ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ ജെറുസലമിനെ സമീപിച്ച് ഒലിവുമലയിലെ ബെത്ഫഗയിലെത്തിയപ്പോൾ ഈശോ 2 ശിഷ്യന്മാരെ നിയോഗിച്ച് അയച്ചു. അവൻ അവരോട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി ഈശോ കൽപ്പിച്ച പോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ മേലങ്കികൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. ഈശോയ്ക്ക് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനക്കൂട്ടം ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ! ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശമായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞുകൊണ്ടിരുന്നു, ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ ഈശോയാണ്. ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുത്ത് എത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികൾ കണ്ട് ദാവീദിന്റെ പുത്രൻ ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പുവിളിക്കുന്ന കുട്ടികളെ കണ്ടും പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? ഈശോ പ്രതിവചിച്ചു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നിന്ന് നിന്റെ സ്തുതിക്കായി നീ സജ്ജമാക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിന് വെളിയിൽ ബഥാനിയയിലേക്ക് പോയി അവിടെ രാത്രി ചെലവഴിച്ചു. ഈയിടെ ചിലര് എന്നോട് ചോദിച്ചു, ക്രിസ്മസിന് കൃത്യമായൊരു ഡേറ്റ് ഉണ്ട്, ഡിസംബർ 25. അതിന് മുകളിലും വിപുലമായിട്ട് പല തിരുനാളുകളും കൃത്യമായതിനുള്ള ഒരു ഡേറ്റ് ഉണ്ട്. പക്ഷേ ഈ വിഭൂതിയും അതുപോലെ തന്നെ 50 നോയമ്പിൻ്റെ ബന്ധപ്പെട്ട തിരുനാളുകളെല്ലാം ഓരോ വർഷവും മാറി മറിഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതൊന്ന് വിശദീകരിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഹൂദന്മാരുടെ പെസഹ തിരുനാളിലാണ് ഈശോ തൻ്റെ ജീവിത ബലി പൂർത്തിയാക്കുന്നത്. യഹൂദന്മാർ എന്നാണ് അവരുടെ ബലിയർപ്പിക്കുവാനുള്ള ആടുകളുമായിട്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു, ആ ദിവസമാണ് ഈശോ തന്നെ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് വരുന്നത്. അപ്പോഴാണ് ജനങ്ങൾ ഈശോയെ രാജാവായി സ്വീകരിക്കുന്നത്. എന്നാണ് യഹൂദന്മാര് പെസഹ ആഘോഷിക്കുന്നത്, അതേ ദിവസം തന്നെയാണ് ഈശോയും ആ പെസഹ ആഘോഷിക്കുകയും ആ കൂടെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്യുന്നത്. എന്നാണ് അവര് ആടിനെ ബലിയർപ്പിക്കുന്ന അതേ സമയം തന്നെയാണ് ഗാഗുൽത്തായി ഈശോയുടെ ജീവിത ബലിയും പൂർത്തിയാക്കുന്നത്. ദൈവം അവരുടെ ബലി സ്വീകരിച്ചു എന്ന് അനുസ്മരിക്കുന്നത് ആ യാഗബലിയുടെ പുകപടലങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോഴാണ്. അതുപോലെ തന്നെ ഞായറാഴ്ച നമ്മൾ ഈശോയുടെ ഉദ്ധാനവും ആഘോഷിക്കുന്നു. ഈ യഹൂദന്മാരുടെ അതേ കലണ്ടർ അനുസരിച്ചാണ് ഇപ്പോഴും നമ്മൾ ഈ വിശുദ്ധ വാരം ആചരിക്കുക. ഇപ്പോൾ വിശുദ്ധ വാരം ആചരിക്കുമ്പോൾ നമ്മളുടെ യഹൂദന്മാരുടെ അതേ തിരുനാൾ ദിവസങ്ങളിലാണ് നമ്മൾ
ഈ ഈസ്റ്റർ ആഘോഷിക്കുക. അതായത് ഈ വർഷം അത് ഏപ്രിൽ 12 മുതൽ, അതായത് ഇന്നലെ മുതൽ ഏപ്രിൽ 20 വരെ, അടുത്ത ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് യഹൂദ ജനത തിരുനാൾ ആഘോഷിക്കുന്നത്, പെസഹ തിരുനാൾ ആഘോഷിക്കുന്നത്. അതേ ദിവസങ്ങളിലാണ് നമ്മളും ഈ വിശുദ്ധ വാരം ആഘോഷിക്കുന്നത്. ഇനി എങ്ങനെയാണ് യഹൂദന്മാർ അവരുടെ കലണ്ടർ തയ്യാറാക്കുന്നത്? യഹൂദന്മാർ നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടർ അല്ല ഉപയോഗിക്കുക അവരുടെ മതപരമായ ആചാരങ്ങൾക്ക് വേണ്ടി. അതിന് അവർ ഉപയോഗിക്കുന്നത് ഹീബ്രു കലണ്ടറാണ്. അതൊരു ലൂണി സോളാർ കലണ്ടർ എന്ന് പറയും. അതായത് ചന്ദ്രമാസവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് കലണ്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരിക. കാരണം നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ മനുഷ്യർ, അത് അബ്രഹാമിക് റിലീജനിൽ ഇസ്ലാം ആയാലും അതുപോലെ തന്നെ യഹൂദന്മാരാണെങ്കിലും ആചരിച്ചു പോന്നിരുന്നത് ചന്ദ്രന്റെ ഗതി അനുസരിച്ചാണ്. അതായത് ചന്ദ്രമാസം എന്ന് പറയുന്നത് 19 ദിവസമാണ്, 29 ദിവസമാണ്. അതുകൊണ്ട് ഒരു വർഷം കൂടുമ്പോൾ സോളാർ കലണ്ടറുമായിട്ട് 11 ദിവസത്തിന്റെ വ്യത്യാസം വരും. അതുകൊണ്ട് 3 വർഷം കൂടുമ്പോൾ അവർ 13 മാസം ഒരു വർഷത്തിന് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ സമയത്തില് വ്യത്യാസം വരും. ഹീബ്രു മാസം ആരംഭിക്കേണ്ടത് അത് ഒരു ന്യൂ മൂണില് അല്ലെങ്കിൽ അമാവാസിയിലാണ്. അതായത് സൂര്യന്റെ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ചന്ദ്രനെ കാണാതെ നമുക്ക് അന്ധകാരമായി അതിനുശേഷം ചന്ദ്രനെ കാണാൻ തുടങ്ങുന്ന ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ എന്ന് പറയുക. അതിന്റെ അങ്ങനെ നീസാൻ മാസമാണ് ആദ്യത്തെ അവരുടെ ഹെബ്രായ കലണ്ടർ ആരംഭിക്കുക. ആ നീസാൻ മാസത്തിന്റെ പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്ന ദിവസം അത് കഴിഞ്ഞ രാത്രിയിലാണ്. അതിനുശേഷം വരുന്ന ഞായറാഴ്ചയാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുക. അതനുസരിച്ചാണ് യഹൂദന്മാർ അവരുടെ കലണ്ടർ ആചരിക്കുക. കാരണം നീസാൻ മാസം 15-ാം തീയതിയാണ് പെസഹ ആചരിക്കേണ്ടത് എന്നുള്ളതാണ് അവർക്കുള്ളതായ ആ നിഷ്കർഷ. അതുകൊണ്ടാണ് ഓരോ വർഷവും ഈ വ്യത്യാസങ്ങൾ ഡേറ്റിൽ വരിക. കാരണം ചന്ദ്രമാസത്തിന്റെയും സൂര്യ കലണ്ടറിന്റെയും വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചാണ്. ഇനി നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക, ഈശോ പെസഹ ആചരിക്കുന്നത് ജെറുസലേമിലാണ്. അതിനൊരു കാരണമുണ്ട്. ഗലീലയിലായിരുന്നപ്പോൾ ഫരിസേയർ വന്ന് ഈശോയോടെ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോവുക, കാരണം ഹെരോദോസ് രാജാവ് നിന്നെ വധിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഈശോ പറഞ്ഞു, ആ കുറുക്കനോട് ചെന്ന് പറയുക, എന്നെ ഒന്നും ഇവിടെ കൊല്ലാൻ പറ്റുകയില്ല. അതിന്റെ കാരണം ഒരു പ്രവാചകനും ജെറുസലേമിലല്ലാതെ മറ്റൊരിടത്തും കൊല്ലപ്പെടുകയില്ല. അതുകൊണ്ട് എന്റെ ജീവിതം ഒരു പൂർത്തിയാക്കേണ്ടത് ഇവിടെയല്ല, ഗലീലയിലല്ല, ജെറുസലേമിലാണ്. അതിന് മുമ്പ് ആർക്കും എന്നെ ഇവിടെ കൊല്ലാൻ സാധിക്കുകയില്ല. ഇനി അതുകൊണ്ടാണ് ഈശോ ജെറുസലേമിൽ ചെന്ന് തന്റെ ജീവിതം പൂർത്തിയാക്കുക. കാരണം അവിടെയാണ് പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കുഞ്ഞാടുകളെ ബലിയർപ്പിക്കുന്നത്. അതിന് പകരമാണ് എല്ലാ കുഞ്ഞാടുകൾക്കും പകരമായിട്ട് ഈശോ ബലിയർപ്പിക്കുന്നത്. ഇനി അവിടെ ഒലിവ് മലയിൽ നിന്നാണ് ഈശോയുടെ പ്രദർശനം ആരംഭിക്കുക. അതിന്റെ കാരണം പഴയ കാലം മുതൽ ഈ ഇസ്രായേൽ ജനം, പ്രത്യേകിച്ച് ഗലീലയിൽ നിന്ന് വരുന്നവര് താഴെ സൗത്തിലേക്ക് വന്നിട്ട് യോർദാൻ നദി കടന്ന് ജെറിക്കോയിലൂടെ ഒലിവ് മലയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ജെദ്രോൻ താഴ്വരയിലൂടെ ഇറങ്ങി പിന്നെ ജെറുസലേം മലയിലേക്ക് കയറുകയാണ്. അവിടെ 3 മലകളുണ്ട് പ്രധാനമായിട്ട്. ഒലിവ് മല, അതുപോലെ തന്നെ ജെറുസലേം മല, പിന്നീട് ഗാഗുൽത്താ മല. അപ്പോൾ ഈ ഒലിവ് മലയിൽ നിന്നുള്ള പ്രദർശനമാണ് നമ്മൾ ഈ ഓശാന തിരുനാളിനെ അനുസ്മരിക്കുക. കാരണം യഹൂദന്മാർ അവർ ബലിയർപ്പിക്കുവാനുള്ള ആടുകളെ ഒലിവ് മലയിൽ നിന്ന് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ആ ആടുമായിട്ട് പോകും. ഇവിടെ ഈശോയാണ് ആ ആടായിട്ട് പോവുക. ഈശോ 2 ശിഷ്യന്മാരെ നേരത്തെ അയക്കുകയാണ്, നിങ്ങൾ പോയി ഒരു കഴുതയെയും ആ കഴുതക്കുട്ടിയെയും കാണും, അതിനെ അടിച്ചോണ്ട് വരണം. ആരാണ് ഈ 2 ശിഷ്യന്മാർ? കൃത്യമായിട്ട് അവരുടെ പേര് പറയുന്നില്ലെങ്കിലും അനുമാനിക്കപ്പെടുന്നത് പത്രോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായുമാണ്. കാരണം അവരെ പ്രത്യേകമായിട്ട് അതുപോലെ തന്നെ പെസഹാചരണത്തിന് ഒരുക്കാൻ വിടുന്നുണ്ട്. ഈശോ ഉദ്ഘാടനം ചെയ്ത ശേഷവും ഈ 2 ശിഷ്യന്മാരാണ് ഈശോയുടെ ശൂന്യമായ കല്ലറ കാണുവാനായിട്ട് പോകുന്നത്. അവിടെ കഴുതയും കഴുതക്കുട്ടിയെയും കുറിച്ച് പറയുന്നുണ്ട്. സാധാരണ രീതിയിൽ ഈശോ ഒരു മൃഗത്തിന്റെയും മുകളിൽ കയറി നടക്കാറില്ല. എന്നാൽ ഇപ്രാവശ്യം ഈശോ പ്രവചനം പൂർത്തിയാകുവാൻ വേണ്ടി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് കയറി പോവുകയാണ്. എന്താണ് ഈ 2 മൃഗത്തിന്റെ ആവശ്യം? ഇത് 2 ജനവിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അതായത് കഴുത എന്ന് പറയുന്നത് അത് ട്രെയിനിലാണ് ഭാരം വഹിക്കുന്നതാണ്. ഈ ഭാരം വഹിക്കുന്ന കഴുതകളെ പ്രതിനിധാനം ചെയ്യുന്നത് ആ കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനതയാണ്. അന്ന് ഇസ്രായേൽ ജനതയ്ക്ക് ആദ്യം മോശ വഴിയായി സീനായി മലയിൽ വെച്ച് 10 കൽപ്പനകൾ കൊടുത്തു. എന്നാൽ പിന്നീട് അവിടെ പല കൽപ്പനകളെ ലംഘിക്കാൻ തുടങ്ങിയപ്പോൾ പല പല ഉപവിഭാഗങ്ങളായിട്ട് അവർക്ക് 613 കൽപ്പനകൾ ഉണ്ടായി. അതായത് 365 നെഗറ്റീവ്
തരത്തിലുള്ള കൽപ്പനകൾ, ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറയുന്ന 365 ദിവസത്തെ പ്രതിദാനം ചെയ്യുന്ന 365 കൽപ്പനകൾ. അതുകൂടാതെ 248 കൽപ്പനകൾ ഇന്നത് ചെയ്യണം എന്ന് പറയുന്ന പോസിറ്റീവ് കൽപ്പനകൾ. അങ്ങനെ 365 248 ഉൾപ്പെടെ 613 കൽപ്പനകൾ അവർ ഓർത്തിരുന്ന് പാലിക്കണം. അങ്ങനെ ഈ നിയമത്തിന്റെ ഭാരം പേറുന്ന യഹൂദ ജനത. അതേ സമയത്ത് ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ നടക്കുന്ന വിജാതീയ ജനത, അതാണ് കഴുതക്കുട്ടി. അതിന് ട്രെയിനിങ് അല്ല, അതിലങ്ങനെ നിയമങ്ങളുടെ ബാധ്യതകളൊന്നുമില്ല. ഇതിന്റെ രണ്ടിന്റെയും മാറി മാറി പുറത്ത് കയറി വരികയാണ്. ഇനി ഈശോ പറയുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഗുരുവിനെ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം. അപ്പോൾ ഈശോ മുൻകൂട്ടി അതിന്റെ ഓണറുമായിട്ട് ഇടപാട് ചെയ്തിരുന്നു എന്ന് അനുമാനിക്കുവാൻ സാധിക്കും. ഇനി അവിടെ ഇവന് രാജാവായിട്ട് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് കയറി വരുന്നു എന്ന് പറയുമ്പോൾ, പഴയ കാലഘട്ടത്തിലെ രാജാക്കന്മാർക്ക് 2 തരം വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, യുദ്ധം ചെയ്യാൻ പോവുകയാണെങ്കിൽ കഴുതയുടെ പുറത്ത് പോകാൻ പറ്റത്തില്ല, കുതിരപ്പുറത്താണ് പോവുക. കാരണം ആ പഴയ കാലത്ത് രാജാക്കന്മാരാണ് മുമ്പിൽ നിന്ന് യുദ്ധം നയിക്കുന്നത്, അല്ലാതെ പുറകിലല്ല നിൽക്കുക. എന്നാൽ വിജയിച്ചു കഴിഞ്ഞാൽ വിജയശ്രീലാളനായി വരുന്ന രാജാവ് കുതിരപ്പുറത്തല്ല, മറിച്ച് ഒരു കഴുതപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓവർ കഴുതയുടെ പുറത്തായിരിക്കും വരിക. കാരണം സമാധാനം സംസ്ഥാപിച്ചു എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഇവിടെ സമാധാനം സ്ഥാപിക്കുവാനായിട്ട് വന്നിരിക്കുന്ന ഈശോയാണ് എന്ന് ജനങ്ങൾക്ക് അർത്ഥപൂർണമാകുന്ന രീതിയിലാണ് അത് വരിക. ഇനി ഈ കഴുതയുടെ പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് ശിഷ്യന്മാര് ഒരു വസ്ത്രം പിരിക്കുന്നുണ്ട്. അതിന് കാരണം സാധാരണ മുമ്പ് ആരും ഉപയോഗിക്കാത്ത കഴുതയാണ്. കാരണം ഉപയോഗിക്കുന്ന കഴുതയാണെങ്കിൽ, കുതിരയാണെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ട് മനുഷ്യർക്ക് ഇരിക്കുവാനുള്ള സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രം ഉണ്ടാകും. ഇവിടെ ഈ കഴുതയ്ക്കും കഴുതക്കുട്ടിക്കും വസ്ത്രമില്ലാതിരുന്നത് അതിന് കാരണം അത് മറ്റാരും ഉപയോഗിക്കാത്തതാണ് ഈശോ എപ്പോഴും ഉപയോഗിക്കുക. ഇനി അതുകൂടാതെ ജനക്കൂട്ടം അവരുടെ മേലങ്കികൾ എടുത്ത് അവര് താഴെ നിലത്ത് പിരിക്കുകയാണ്. കാരണം ഈ കുതിര അല്ലെങ്കിൽ ഈ കഴുത നടന്നു പോകുന്നത് ഈശോയെ ആദരിക്കുന്നതിന് വേണ്ടി അവരുടെ മേലങ്കികൾ എടുത്ത് അവരെ താഴെ വിരിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ നടന്ന മറ്റൊരു സ്വീകരണമുണ്ട്. അതായത് ജേറുവിനെ രാജാവായിട്ട് പ്രവാചകൻ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നത്തെ രാജാവിന്റെ ദാസന്മാര് ഈ യേഹൂവിനെ സ്വീകരിച്ചത് അവരുടെ മേലങ്കികൾ നിലത്ത് വിരിച്ച് അദ്ദേഹം നഗ്നപാതനായിട്ട് അദ്ദേഹത്തിന് വന്നപ്പോൾ ഈ മേലങ്കികൾ വിരിച്ചാണ് ഈ രാജാവിനെ സ്വീകരിച്ചത്. അത് അനുസ്മരിപ്പിക്കത്തക്ക വിധത്തിലാണ് നമുക്ക് രാജാവായിട്ട് വന്ന ഈശോയെ ആ ജനം സ്വീകരിക്കുക. ഇനി അവിടെ ഒലിവ് ശാഖകൾ കിട്ടുന്നുണ്ട്. ഒരു മലയിൽ നിന്നാണ് വരിക. അപ്പൊ തീർച്ചയായിട്ടും അവിടെ കിട്ടുന്നത് പനയോടെയല്ല, ഈ ഒലിവിന്റെ ശിഖരങ്ങളാണ്. ഈ ഒലിവിന്റെ ശിഖരങ്ങൾ വെട്ടി അവരെ നിലത്തിടുന്നുണ്ട് ഈ ഈശോയെ ആദരിക്കുവാൻ വേണ്ടി. അല്ലെങ്കിൽ ആ ഒലിവിൻ ശാഖകൾ പിടിച്ചുകൊണ്ട് ഹോസാന എന്ന് പറയുന്നുണ്ട്. ഇത് കൂടാര തിരുനാളിനെയാണ് സ്മരിക്കുക. യഹൂദന്മാർക്ക് പ്രധാനമായിട്ട് 3 പിൽഗ്രിമേജ് തിരുനാളുകളാണ്: പെസഹ തിരുനാള്, കൂടാര തിരുനാള്, പെന്തക്കോസ്ത് തിരുനാള്. ഈ കൂടാര തിരുനാൾ അനുസ്മരിക്കുക 40 സംവത്സരക്കാലം മരുഭൂമിയിലായിരുന്നപ്പോൾ അവരുടെ പൂർവികർ താമസിച്ചിരുന്നത് ഈ ഓല കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയ ചെറിയ ചെറിയ കൂടാരങ്ങളിലാണ്, താൽക്കാലിക വസതികളിലാണ്. ഇതിന് ആ കാലഘട്ടത്തിൽ അവർ ആഗ്രഹിച്ചു, വാഗ്ദത്ത ഭൂമിയിൽ എത്താൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അവർ വാഗ്ദത്ത ഭൂമിയിലെത്തി. എന്നാൽ ഇപ്പോഴും അവർക്ക് സമാധാനമില്ല, ശാന്തിയില്ല. റോമാക്കാരുടെ അടിമത്തത്തിൽ കഴിയുന്നു. ഓരോരോ അടിമത്തത്തിൽ നിന്ന് അവരിങ്ങനെ മാറി മാറി വരികയാണ്. അസീറിയക്കാരുടെ അടിമത്തം, ബാബിലോണിയക്കാരുടെ അടിമത്തം, പേർഷ്യക്കാരുടെ അടിമത്തം, ഗ്രീക്കുകാരുടെ അടിമത്തം, അവസാനം റോമാക്കാരുടെ അടിമത്തം. അതുകൊണ്ട് നമ്മളെ സ്വതന്ത്രരാക്കുന്ന, സമാധാനം സ്ഥാപിക്കുന്ന ഒരു രാജാവിനെ, നിർഭാഗ്യവശാൽ ഭൗതികമായ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാലഘട്ടം. ഈ ടാബർനാക്കിളിന്റെ അല്ലെങ്കിൽ കൂടാരത്തിന്റെ തിരുനാൾ അവർ ആഘോഷിക്കുമ്പോൾ അവര് ഒലിവ് ബ്രാൻഡ് കൊണ്ട് അല്ലെങ്കിൽ ചെറിയ കൂടാരം ഉണ്ടാക്കി അതിനിടയിൽ കിടക്കും. അതിനിടയിൽ ഒരാഴ്ച താമസിക്കും ആ തിരുനാൾ അവസരം ഭാഗമായിട്ട്. അതുപോലെ തന്നെയാണ് ആ തിരുനാളിന്റെ അവസരങ്ങളിൽ ജെറുസലേം ദേവാലയത്തിൽ ശിലോഹ കുളത്തിൽ നിന്ന് സ്വർണ്ണ കുളത്തിൽ വെള്ളമെടുത്ത് പുരോഹിതൻ യാത്ര ചെയ്യുമ്പോൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി ബലിവേദിയിൽ ഒഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ ജനം ഒലിവ് ശാഖകൾക്ക് പിടിച്ചുകൊണ്ട് അവര് 112 സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് ഹോസാന ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു പറയും. അപ്പൊ അങ്ങനെ ജനങ്ങള് ഈ കിദ്രോൻ വാലിയിലൂടെ ഒലിവുമലയിൽ നിന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് പെസഹ തിരുനാൾ ആഘോഷിക്കാൻ പോകുന്ന ഒരു ജനക്കൂട്ടം. അതേസമയത്ത് ജെറുസലേം ദേവാലയത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന ജനം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രധാന തിരുനാൾ പോകുമ്പോൾ ആ വഴിയിലൂടെ കുറെ പേര് പള്ളിയിലേക്ക് പോകുന്നു, കുറെ പേര് പള്ളിയിൽ തിരിച്ചു വരുന്നു.
അങ്ങനെ രണ്ട് മലയിൽ നിന്നും വലിയൊരു ജനാവലിയാണ് ഈശോയെ കാണുവാനായിട്ട് അവിടെ ഒന്നിച്ചു കൂടുക. അവിടെ അവര് അപ്പോഴും ഈ 112-ാമത്തെ സങ്കീർത്തനം ഞങ്ങളെ രക്ഷിക്കുക, ദാവീദിന്റെ പുത്രൻ ഹോസാന എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദാവീദ് മരിച്ചിട്ട് 500-ലധികം വർഷമായി. പക്ഷെ ദാവീദിന്റെ ഒരു പുത്രനായിരിക്കും രക്ഷകനായിട്ട് രാജാവായിട്ട് വരിക എന്നുള്ള ഒരു ഉടമ്പടി ദാവീദ് രാജാവും ദൈവവും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ദാവീദ് രാജാവ് തനിക്ക് വേണ്ടി കൊട്ടാരം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു ആലയം നിർമ്മിക്കുവാനുള്ള അനുവാദം പ്രമാണം വഴി ചോദിച്ചപ്പോൾ ദൈവം അനുവദിച്ചില്ല. നിന്റെ ഒരു മകനായിരിക്കും എക്കാലവും രാജ്യം ഭരിക്കുന്നത്, അവന് അതിർത്തികൾ ഉണ്ടാവുകയില്ല, അവന് ആയിരിക്കും ദേവാലയം പണിയുക. ആ രാജാവ് സോളമൻ ആയിരുന്നില്ല. കാരണം സോളമൻ ദേവാലയം പണിതു, 40 കൊല്ലമേ ഭരിച്ചുള്ളൂ. പക്ഷേ ഇനിയും ഒരു രാജാവ് വരാനിരിക്കുന്നു. ആ രാജാവായിരിക്കും എക്കാലവും തങ്ങളെ ഭരിക്കുക. അതാണ് ദൈവം ചെയ്ത ഉടമ്പടി. പിന്നീട് പ്രവാചകന്മാരിലൂടെ ദൈവം നവീകരിച്ചതായ ആ ഉടമ്പടി അനുസരിച്ചുള്ള ആ രക്ഷകന്റെ ആഗമനത്തെ കാത്തിരിക്കുമ്പോൾ ഇതാ ഇസ്രായേൽ ജനം ഈശോയെ സ്വീകരിക്കുകയാണ്. നീയാണ് ദാവീദിന്റെ പുത്രൻ, നീ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവര് വിളിച്ചു ഘോഷിക്കുകയാണ്. അപ്പോഴേ നഗരം മുഴുവനും ഇളകി വശമായി. കാരണം ഈ തിരുനാളിന്റെ അവസരത്തിൽ പലപ്പോഴും റിവോൾട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഹെരോദോസ് രാജാവും പീലാത്തോസും ഒക്കെ അവരുടെ സൈന്യവുമായിട്ട് കാത്തിരിക്കും. അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉണ്ടാകും. എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടായാൽ ഉടനെ ഈ പട്ടാളക്കാരുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ജനങ്ങളുടെ വാഗപ്പാട് ഇവൻ ആരാണ്, ഇവൻ ഗലീലിൽ നിന്നുള്ള നസ്രായനാണെന്ന് ചിലർ പറയുന്നു, ചിലർ പറയുന്നത് ദാവീദിന്റെ പുത്രനാണ്. അങ്ങനെ വിവിധങ്ങളായ പ്രതികരണങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഇനി ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ഒരു പ്രത്യേക പട്ടാളമായി നിന്നുകൊണ്ട് ആ ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടി നമ്മൾ കാണുകയാണ്. അത് അനുസ്മരിക്കുക. മക്കബായൻ റിവോൾട്ട് അല്ലെങ്കിൽ വിപ്ലവം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് മുൻപ് 167 മുതൽ 160 വരെയുള്ള കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു. അദ്ദേഹത്തിന്റെ പട്ടാളക്കാർ 4 വിഭാഗങ്ങളായിട്ട് റോമൻ ഗ്രീക്ക് സാമ്രാജ്യത്തെ വിഭജിച്ചു. അങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഗ്രീക്കുകാര് ദേവാലയത്തെ അശുദ്ധമാക്കി, വിജാതീയ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, അവിടെ യഹൂദന്മാർക്ക് നിഷിദ്ധമായിരുന്ന പന്നിയെ ബലിയർപ്പിച്ചു. അതിനെതിരായിട്ട് മക്കബായക്കാരായ പുരോഹിതന്മാർ വിപ്ലവം നയിച്ചു, യൂദാസ് മക്കബീസിന്റെ നേതൃത്വത്തിൽ. അതിനുശേഷം ആ ദേവാലയം വിശദീകരിച്ചപ്പോൾ ആ സന്തോഷത്തില് അവരും ഇതുപോലെ ഒലിവ് ബ്രാഞ്ചുകൾ എടുത്തുകൊണ്ട് ഹോസാന പാടി അവർ ആഘോഷിച്ചതുപോലെയാണ് ഇവിടെ ഈശോയുടെ വരവില് അവർ ആഘോഷിക്കുക. അതേ സമയത്ത് അന്ന് ആ ദേവാലയം ശുദ്ധീകരിച്ചതുപോലെ തന്നെ ഇവിടെ ദേവാലയം ഈശോ ശുദ്ധീകരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. ആ യെരൂശലേം എന്ന് പറയുന്ന ഒരു കുന്നൻ മുകളിലാണ്. അതിന്റെ മല ഇടിച്ചു നിരപ്പാക്കി ഒരുക്കുന്ന കുറെ ഭാഗമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പിന്നെ പുരുഷന്മാർക്കുള്ള ആരാധനാ സ്ഥലം, പിന്നെ സ്ത്രീകൾക്കുള്ള ആരാധനാ സ്ഥലം, അതിനുശേഷമുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് വിജാതികളുടെ ആരാധനാ സ്ഥലമാണ്. അതിനുള്ള സ്ഥലമേ അവിടെ ഉള്ളൂ. പണ്ട് ഒലിവ് മലയില് കച്ചവടം നടത്തിയിരുന്ന സാധനങ്ങളെല്ലാം അന്നേ പുരോഹിതന്മാരുടെ അനുവാദത്തോടുകൂടി കറക്റ്റായിരുന്ന ആ യഹൂദ പുരോഹിതന്മാരുടെ അനുവാദത്തോടുകൂടി അവര് കച്ചവടം ഇവിടേക്ക് മാറ്റി വിജാതികൾക്ക് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് ഇവിടെ കാളകളെയും ആടുകളെയും പ്രാവുകളെയും നാണയമാറ്റക്കാരും ഒക്കെ ഇരിക്കുന്ന സ്ഥലമായി മാറി. അതിനെയാണ് ഈശോ പ്രതിഷേധിച്ചത്. കാരണം വിജാതികൾക്ക് അവിടെ ഒന്നും ആരാധിക്കാൻ പറ്റുന്നില്ല. അവിടെ ശബ്ദ കോലാഹലങ്ങളായി കന്നുകാലികളുടെ ചാണകം ഒക്കെ വന്ന് ദുർഗന്ധമായി അവിടെ വിജാതികളുടെ നാണയങ്ങൾ കൊണ്ടുവന്നിട്ട് യഹൂദ നാണയങ്ങളായി മാറ്റേണ്ടതുണ്ട് ദേവാലയത്തിൽ അർപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അതെല്ലാം ആ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അതിനെയാണ് എൻ്റെ ആലയം വിശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവിടെ നിന്ന് ഈ കാളകളെ വെട്ടിക്കൊണ്ട് വന്നതായ കായകൾക്ക് ചമ്മട്ടി ഉണ്ടാക്കി അവയെല്ലാം അടിച്ച് ദൂരെ ഓടിക്കുക. ഇത് യഹൂദന്മാരുടെ മറ്റൊരു പാരമ്പര്യമുണ്ട്. പെസഹ ആചരിക്കുന്നതിന് മുൻപായിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളാണ്. അങ്ങനെ പുളിപ്പില്ലാതിരിക്കണമെങ്കിൽ പുളിപ്പ് പാപത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ഏതെങ്കിലും ഭവനത്തില് പെസഹ കാലത്ത് പുളിപ്പ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് വണ്ടുകളുടെ ജോലിയാണ് ആ വീട്ടിൽ എന്തെങ്കിലും പുളിപ്പുള്ള ആഹാരമോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളയണം. പുരുഷന്മാരാണ് അത് ഇൻസ്പെക്ട് ചെയ്യുന്നത്. അവൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ അവനിതെല്ലാം പരിശോധിച്ച് ഒരു തവിയൊക്കെ എടുത്ത് ഒരു തൂവലും എടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതിന് ഭാര്യ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും ഭർത്താവിനെ പഠിക്കാൻ വേണ്ടി. അങ്ങനെ അവനത് കണ്ടുപിടിച്ച് അത് തോണ്ടിയെടുത്ത് അത് തുണിക്കാതെ പൊതിഞ്ഞ് അത് സിനഗോഗിൽ കൊണ്ടുപോയി അവിടെ ഒരു ഫർണസ് ഉണ്ടാകും, അവിടെ കത്തിക്കണം. അതായത് പുളിപ്പില്ലാത്ത അപ്പമാണെങ്കിൽ ഇവിടെ
കഴിക്കുന്നു. അതിനെയാണ് ഈശോ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ എൻ്റെ ആലയത്തെ അല്ലെങ്കിൽ പ്രാർത്ഥനാലയത്തെ നിങ്ങൾ കച്ചവട സ്ഥലമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവിടെ വിപ്ലവം നയിക്കുകയാണ്. അത് തന്നെ ഈശോയുടെ കുരിശുമരണത്തിന് പിന്നീട് ശത്രുത ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാനായിട്ട് കാരണമാകുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇതേ സമയത്ത് അന്ധന്മാരും മുടന്തന്മാരുമായ ആളുകൾ ഇടയ്ക്ക് വരികയാണ്. ഓണത്തിനിടയിലെ കൂട്ടുകച്ചവടം തുടങ്ങിയത്. ഈശോ ഈ വിപ്ലവം കാണിക്കുന്ന സമയത്ത് ഈ അന്ധന്മാരും വികലാംഗരുമായ ആളുകൾ വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുമ്പോഴും ഈശോ അവരോട് കരുണ കാണിക്കുകയും അന്ധനെ സുഖപ്പെടുത്തുകയും വികലാംഗരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈശോ തന്നെ ജനങ്ങള് സാധാരണഗതിയിൽ ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുവാനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുരോഹിതന്മാർ പരിശോധിച്ചിട്ട് കൊള്ളാം, ഈ ആടിനെ ബലിയർപ്പിക്കാം എന്ന് പറയുന്നത് പോലെ ഈശോ തന്നെ ബലിയർപ്പിക്കുവാനായിട്ട് ഈ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് കയറി വരുമ്പോൾ ജനങ്ങൾ ഈശോയെ തിരഞ്ഞെടുക്കുന്നു, സ്വീകരിക്കുന്നു. എന്നിട്ട് ദേവാലയത്തിൽ എത്തിക്കുമ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു ഇവനെ തന്നെ കൊല്ലണം, ഇവനാണ് പെസഹ കുഞ്ഞാട്. അങ്ങനെ ഈശോയെ പുരോഹിതന്മാര് ബലിയർപ്പിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആടായി മാറുന്നു. ഇതാണ് ഇതിന്റെ പ്രതീകാത്മകമായ അർത്ഥം. അപ്പൊ നമ്മൾ ഈ ഓശാന ആചരിച്ചുകൊണ്ട് പെസഹ തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മളെയും ചിന്തിപ്പിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, 3 തരത്തിലുള്ള ആളുകള് അന്ന് ഈശോയുടെ ഓശാന തിരുനാളിൽ ഉണ്ടായിരുന്നു. അത് ഇന്ന് നമ്മുടെ ഇടവുകളിലൊക്കെ ഉണ്ട്. അതായത് ഒരു വിഭാഗം ആളുകൾ ഈശോയെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു, ഈശോയുടെ ആരാധകര്. വേറൊരു വിഭാഗം ആളുകൾ ഇവനെ എന്തുകൊണ്ടാലും ഇവനെ കൊല്ലണമെന്ന് തീരുമാനിക്കുന്ന എതിരാളികൾ. മൂന്നാമതൊരു കൂട്ടം ആളുകളുണ്ട് നിഷ്ക്രിയരായി ഇതെല്ലാം കാഴ്ചക്കാരായിട്ട് കയറുന്ന കുറെ പേരുടെ ഓശാന പാടുന്നു, കുറെ പേര് കൊല്ലാൻ തീരുമാനിക്കുന്ന ഇതെല്ലാം ഒന്ന് കാണാം എന്നല്ലാതെ അത് അപ്പോൾ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത ആളുകൾ. ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം വരുത്തണമെന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിലുള്ളതായ പുളിപ്പുകളുടെ ഭാവത്തിന്റെ കറകൾ മാറ്റണമെന്നുണ്ടോ എങ്കിൽ അത് മാറ്റുവാനായിട്ട് ഇതാ ഈശോ നമുക്ക് നൽകുന്ന ആഹ്വാനമാണ് ഈ ഓശാന. അല്ലാതെ കുറച്ച് കുർത്തോലം പിടിച്ച് നമ്മുടെ മുക്കി പിടിച്ചു ദേവാലയത്തിൽ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു, ഇവിടെ കാറയിൽ വെച്ചു, അതുകൊണ്ടൊന്നും അല്ല ഓശാന. ഓശാന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കണമേ എങ്കിൽ നമ്മൾ തന്നെ സ്വയം രക്ഷിക്കുവാനായി തയ്യാറാകണം. നമ്മളെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഈശോയോട് സഹകരിക്കുമ്പോൾ, ഈശോയുടെ സഭയോട് നമ്മൾ സഹകരിക്കുമ്പോൾ നമുക്ക് രക്ഷയുണ്ടാകും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ